ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ശ്രീകുട്ടി മനോജ് ഒരു വ്ളോഗറാണ്, ഫാമിലി വ്ളോഗറാണ്. ഫാമിലി വ്ളോഗർ എന്നതിനേക്കാൾ ഉപരി ഇവരൊരു ആക്ട്രസ് ആണ്. ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരിടത്ത് ഒരു പോസ്റ്റ് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1-2 സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ശ്രീകുട്ടി. പക്ഷേ ശ്രീകുട്ടി വളരെയധികം പോപ്പുലർ ആയിരിക്കുന്നത് അവരുടെ വ്ളോഗിലൂടെയാണ്. അവരുടെ ഒരു ഫാമിലി വ്ളോഗ്, അതിലൂടെ വിവിധ രീതിയിലുള്ള സാധാരണ ഒരു ഫാമിലി വ്ളോഗിൽ ഉണ്ടാകുന്ന കുക്കിംഗ് അതുപോലുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫാമിലി വ്ളോഗ്സ് അധികം കാണാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിന് മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾക്ക് അറിയാൻ പറ്റാതെ വരാറുണ്ട്. എന്ന് കരുതി ഫാമിലി വ്ളോഗിംഗ് ഒക്കെ മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. റിയാക്ഷൻ വീഡിയോ ഇഷ്ടമല്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും. എന്ന് കരുതി റിയാക്ഷൻ വീഡിയോ മോശമാണെന്നില്ല. ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ അത്ര ക്രിയേറ്റീവായ പരിപാടിയൊന്നുമല്ല, നാട്ടിൽ പറമ്പിലൂടെ നടക്കുന്നതും ഡോക്ടറെ കാണാൻ പോകുന്നതും പേരൊക്കെ വരയ്ക്കുന്നതൊക്കെയാണ് ക്രിയേറ്റീവ് എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഏത് രീതിയിലെ കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ്, തീരുമാനങ്ങളാണ്. എന്തായാലും അതല്ല നമ്മളിവിടുത്തെ വിഷയം. കഴിഞ്ഞ ദിവസം ശ്രീകുട്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഒരു സൈബർ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ റിയാക്ഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നൊരു സസ്പെൻസ്, ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നെ മാത്രമല്ല, എവിടെ പോയാ എൻ്റെ അമ്മ, അച്ഛൻ, വേദയ്ക്ക് പ്രത്യേകിച്ച്, വേദ, ചീമ, ഏട്ടൻ, എല്ലാവരും, ഞങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ ഇന്ന് കാണാൻ പോവുകയാണ്. ഞങ്ങളാരും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, നിങ്ങളും കണ്ടിട്ടില്ല. നമ്മളെപ്പോലെ നിങ്ങളിൽ കുറച്ച് പേർക്കും ആ വ്യക്തിയെ കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. വേദയ്ക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ പുള്ളീനെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്നതാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണ് വന്നത്. എന്നെപ്പോലെ തന്നെ ഈ വീഡിയോയുടെ ഇൻട്രോ കാണുന്നത് നിങ്ങളും വിചാരിക്കുന്നുണ്ട് ഇവർ കാണാൻ പോകുന്നത് ആരെയാണെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഏതെങ്കിലുമൊക്കെ വലിയ വലിയ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസിനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല, അവരാരെങ്കിലും കാണാൻ പോകുന്ന കാര്യമാണെന്ന് വിചാരിച്ചു. പിന്നെ കാര്യങ്ങൾ സ്ലീവ്ലെസ്സിലേക്ക് എത്തിയപ്പോൾ ചെറിയൊരു സംശയം, ഏതെങ്കിലുമൊക്കെ ഈ സംഭവം രക്തോട്ടമുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണോ എന്നൊരു സംശയം തോന്നി. സംഗതി അത് തന്നെയാണ്, അങ്ങനെ ഒരു പ്രശ്നമുള്ള പുള്ളിയാണ്. അങ്ങനെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതേവരെ വന്ന് ചീത്തയെന്നും പറഞ്ഞില്ല, അബ്യൂസീവായ ലാംഗ്വേജ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ നല്ല വാക്കുകളിലൂടെ മോശമായിട്ട് സംസാരിക്കുന്നതാണ് പുള്ളിയുടെ ഒരു ലൈൻ. അതാണ് ഇവർ പറയുന്നത്. കക്ഷി ഇവരുടെ ഈ വീഡിയോ ഒക്കെ വന്ന് നിരന്തരമായിട്ട് കമന്റ് ഇടുന്ന ഒരാളാണ്. ഒരു 1.5 വർഷമായിട്ട് പുള്ളി പരിപാടിയാണ്. ശ്രീകുട്ടിയുടെ വീട്ടിലെ എല്ലാവരും പുള്ളിയുടെ വേട്ടമൃഗങ്ങളാണ്. വിവിധ രീതിയിലൊക്കെയാണ് പുള്ളി കമന്റുകൾ ഇടുന്നത്. മകളെ ജോജു ജോർജ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ നല്ല രീതിയിലാണ് ഉപമിക്കുന്നതെങ്കിലും ഒരു ഇൻറ്റൻഡഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അതിനകത്ത്. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് അപമാനിക്കലാണ് പുള്ളിയുടെ പരിപാടി. ഈ പരിപാടി ഇവർ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇയാൾക്കെതിരെ ഇവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൈബർ സെല്ലിൽ ഇങ്ങനെ നിരന്തരമായിട്ട് അപമാനിക്കുന്നത്. അത് ആക്ച്വലി നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് IPC ആണ്. അതിപ്പോൾ BNS ഏതിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ IPCയിൽ നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയ വഴി തുടർച്ചയായി പിന്തുടർന്ന് ഇതുപോലെ സ്റ്റോക്ക് ചെയ്യുന്നത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിനനുസരിച്ച് ഇവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. അവർ സൈബർ സെല്ലിൽ പോയി ഇനി തുടർന്ന് പറയുന്നത് കേട്ടു നോക്കാം നമുക്ക്. ആണെന്നുള്ള രീതിയിലാണ് പുള്ളി കമന്റ്സ് ഇടുന്നത്. ഒട്ടും സഹിക്കാൻ വയ്യാതെ ഒരു 1.5 വർഷം കൊണ്ട് പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ Gmail അക്കൗണ്ട് വഴി പുള്ളി കോൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഞാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് കുറച്ച് ഡിലേ ആവും, ചെറിയൊരു താമസം ഉണ്ടാവും. യൂട്യൂബിൽ ഇങ്ങനെ വരുന്ന കമൻസ് ഒക്കെ വരുമ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബറിൽ എന്താണ് കൊടുത്തത്, ഓണം കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. മെനിങ്ങാൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി കിട്ടിയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് മൺഡേ വരണം, മീറ്റ് ചെയ്യണം, പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും എന്ത് തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് കാണണം, അമ്മയ്ക്ക് കാണണം, വേദയ്ക്ക് പ്രത്യേകിച്ച് കാണണം. ചീമ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് ചീമ പറ്റുമെങ്കിൽ ചീമയും വരും. ചീമയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഏട്ടനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനും കുറച്ച് ബിസിയാണ്. അപ്പോൾ എല്ലാവരെയും പുള്ളി അങ്ങനെ എന്തൊക്കെയോ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് അദ്ദേഹത്തെ കാണണ്ടേ. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുത്ത കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയെ വരില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വരും, എനിക്ക് അദ്ദേഹത്തെ കാണണം. ആരാണ് ആ വ്യക്തി, ഗേളാണോ ബോയ് ആണോ ഒന്നും അറിയത്തില്ല, ആരാണ് ആ വ്യക്തി
എന്തിനാണ് ഞങ്ങളെപ്പറ്റി ഇനി അറിയാവുന്ന ആളാണോ ഒന്നും അറിയത്തില്ല, എന്തിനാണ് ഇത്രയും കമൻസ് കാര്യങ്ങളെല്ലാം ഇട്ടത് എന്നൊക്കെ ഒന്ന് അറിയണം. എന്തായാലും വീഡിയോ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആരാണെന്നറിയണം, അയാൾ എന്തുകൊണ്ട് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടാണ് വീഡിയോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ. സെപ്റ്റംബറിൽ കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയപ്പോഴേക്കും ഒരു തീരുമാനമായിരിക്കുന്നു. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും ആൾക്കാരെയൊക്കെ എന്നാണ് കേരള പോലീസ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ മറ്റൊരു വിഷയത്തിൽ കണ്ടായിരുന്നല്ലേ, ദിയ കൃഷ്ണയുമായിട്ട് വന്ന ഒരു വിഷയത്തിൽ ലൈഫ് ഓഫ് അനന്തുവിനെ 5 മണിക്കൂറിനുള്ളിൽ പോലീസ് വീട്ടിലെത്തിയ സംഭവമൊക്കെ നമ്മൾക്കറിയാം. അതേസമയം തന്നെ ഹെലനോസ് പാട്ടയുടെ കേസ് വളരെയധികം വൈകി. അതിനെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനിടയിൽ ഒരാൾ വന്ന് കമന്റ് ഇട്ടത് ഹെലനോസ് പാട്ടയുടെ വളരെ ഡിഫറൻ്റ് ആയൊരു ടോപ്പിക്കാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏത് ഡിഫറൻ്റ് ആയ ടോപ്പിക്കാണെങ്കിലും അതിൽ കാലതാമസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാരണമാണ്. അതേസമയം ഇതുപോലുള്ള വിഷയങ്ങളിൽ കമന്റ് ഇടുന്ന ആൾ അവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. പല പല ഐഡിയയിൽ നിന്നാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഒരു ഐഡിയ ബ്ലോക്ക് ചെയ്യുമ്പോൾ വേറെ ഐഡിയയിൽ നിന്ന് കമന്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ആളെ പോയി കണ്ടുപിടിച്ച് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിലും ഒക്കെ ആളെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി ഇവര് പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയ ശേഷമുള്ള സംഭവം ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഗായ്സ്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കയറി പുള്ളിയെ കണ്ടു. പുള്ളി പുനലൂരുള്ള വിവാൻ എന്നെന്താണ് പുള്ളിയുടെ പേര്. സംസാരിച്ചു. എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ചെറിയ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പുള്ളിയുടെ അമ്മയും അച്ഛനും കൂടെയാണ് വന്നത്. 38 വയസ്സുണ്ട് കേട്ടോ പുള്ളിക്ക്. അച്ഛനും അമ്മയും കൂടെയാണ് വന്നത്. അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര കരച്ചില്. എനിക്ക് നിയമപരമായിട്ട് പോവാന്ന് പറഞ്ഞു. വേദയോടും എന്നോടും അച്ഛനോടും അമ്മയോടും ഒക്കെ മാപ്പ് പറഞ്ഞു, എഴുതി വെപ്പിച്ച്. അങ്ങനെ പുള്ളി പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഞാനിപ്പോൾ അതേ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇനി ഒരു കോഫി എല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ബാക്കി ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയാവേ. ഇനിയൊന്നും അറിയാനില്ല. ഇവരവിടെ ചെന്ന് മാപ്പ് പറഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പറയാനുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. മാപ്പ് കൊടുത്ത കാര്യം തന്നെയാണ് പറയാനുള്ളത്. ആളെ കണ്ടിട്ടില്ല. പേര് ഇവാൻ ജോർജ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആള് ഒരു മാനസികമായ പ്രശ്നമുള്ള ആളാണെന്ന് പറയുന്നു. സ്വാഭാവികം. ഇത്തരം കേസുകളിലൊക്കെ ആൾ പിടിക്കപ്പെടുമ്പോൾ വരാവുന്ന ഒരു നെറേറ്റീവ് മിക്കവാറും ഇത് തന്നെയായിരിക്കും. ആൾ മാനസിക പ്രശ്നമുള്ള ആളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് നാളായിട്ട് കേൾക്കുന്നു. ചിലപ്പോൾ ജെനുവിൻ കേസായിരിക്കും കേട്ടോ. ഒന്നോർത്താൽ ഇവരൊക്കെ മാനസിക വൈകല്യങ്ങളുള്ള ആളുകൾ തന്നെയാണ്. എത്രയോ കമന്റുകൾ ഇതേപോലെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു സംഭവം, ഇപ്പം ഇവരുടെ കാര്യം മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേൾക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവായിട്ടുള്ള ചില സുഹൃത്തുക്കൾ, പെൺകുട്ടികളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയ്ക്കും വൾഗറായ കമന്റുകളായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഒരുപക്ഷെ ഇനി ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പലപ്പോഴും വിചാരിക്കുമ്പോൾ ഇതിന്റെ പിറകിന് വൾഗർ കമന്റ്സ് ഒക്കെ വരുമല്ലോ എന്ന്. അത്തരം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ഇവർ സെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ എടുത്തത്. ഇങ്ങനെ കുറച്ച് പേരെങ്കിലും ഇറങ്ങി തിരിക്കണം. ഈ പറയുന്നവരൊക്കെ സത്യത്തിൽ മാനസിക വൈകല്യമുള്ളവരാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്നവരായിരിക്കും. അത് ചിലപ്പോൾ ജോലി സ്ഥലത്തെ ഫ്രസ്ട്രേഷൻസ് ആയിരിക്കാം. പണ്ട് അക്കരക്കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു സീരീസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പല വീഡിയോസിലും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അക്കരക്കാഴ്ചകൾ എന്ന സീരീസിൽ ഇവർ ജോലിയെല്ലാം പോയി കഴിയുമ്പോഴേക്കും, അതായത് 2018 റിസിഷൻ ആണെന്ന് കാണിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ജോലിയൊക്കെ പോയ സമയത്ത് ഇവർ ചേർന്നൊരു വെബ്സൈറ്റ് തുടങ്ങും. ആർക്കും ആരെയും തെറി വിളിക്കാനുള്ള വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് വളരെ ഹിറ്റായി തീരുന്നുവെന്നാണ് അതിലൂടെ പറയുന്ന കഥ. ഈ ഫ്രസ്ട്രേറ്റഡായ ആൾക്കാർ ഇതെവിടെയെങ്കിലും കൊണ്ട് വെൻ്റ് ഔട്ട് ചെയ്യണമല്ലോ, അതിനുവേണ്ടി കണ്ടുപിടിക്കുന്ന ഈ താവളങ്ങളാണ് പലരുടെയും വീഡിയോസും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ. ചിലരുടെ ഫ്രസ്ട്രേഷൻ അവരുടെ ലൈംഗിക ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നമാണ്. ആ ഫ്രസ്ട്രേഷൻ ഒരുപക്ഷെ ഇതുപോലെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം എന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് മാനസിക വൈകല്യം തന്നെയാണ്, ചികിത്സിക്കപ്പെടേണ്ട കാര്യമാണ്. ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ലീഗലായിട്ടും കിട്ടണം, സൈക്കോളജിക്കലായിട്ട് ഇവർക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. സൈക്കോളജിക്കലായ സംഭവം അവർ പോയി തേടട്ടെ, പക്ഷെ ലീഗൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവരിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ വന്ന് കാല് പിടിച്ച മാത്രമല്ല, അയാളുടെ അമ്മ ഇവരുടെ അടുത്ത് കരഞ്ഞു പിടിച്ച് സംസാരിച്ചു. അപ്പോൾ അമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഇവർക്ക് ദയവ് തോന്നി. പോലീസ് ഓഫീസറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് എഴുതി മേടിച്ചു, മാപ്പ് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആശാൻ പറഞ്ഞ പോലെ കോംപ്ലിമെന്റ് ആക്കി വിട്ടു എന്നാണ് അറിയുന്നത്. ഇത് ഒരു മാതൃകയായിട്ട് പെൺകുട്ടികൾ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നിങ്ങളുടെ സോഷ്യൽ കണ്ടന്റുകളിൽ വന്ന് ഇമാതിരി ഞരമ്പൻ കമന്റുകൾ ഇടുന്ന ആളുകളെ, അവരുടെ ഐഡന്റിറ്റി മനസ്സിലായോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ്. അവരെക്കുറിച്ചൊരു പരാതി നിങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഒരു ഡിലേ വന്നേക്കാം. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കും
ഒരു സെലിബ്രിറ്റിക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്ന്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, കൊണ്ടുപോയി പരാതി കൊടുക്കൂ. കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് സൈബർ സെല്ല് അന്വേഷിക്കട്ടെ. ഇതുപോലുള്ള ഞരമ്പന്മാരൊക്കെ പിടിക്കപ്പെടട്ടെ, ലീഗലി ഇവരൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടട്ടെ. എന്നാൽ മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് കുറച്ചെങ്കിലും ഒരു ശമനം ഉണ്ടാകുള്ളൂ. പൂർണ്ണമായിട്ട് അവസാനിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കമൻ്റൊക്കെ ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ ചില നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നൊരു ചിന്താഗതി ഇവർക്കൊക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.